മന്ത്രിയെ കാണാനും സംസാരിക്കാനുമൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ആ തരത്തിൽ വളരെ വേദനയോടും നിഷ്കളങ്കമായും ഒക്കെ പറയുന്ന ആനന്ദവല്ലിയൊക്കെ ഇപ്പോഴും ഭരത്ചന്ദ്രന്റെ കുപ്പായത്തിൽ നിന്ന് ഇറങ്ങാത്ത സുരേഷ് ഗോപി എങ്ങനെ മനസ്സിലാക്കാനാണെന്നുള്ളതാണ്. മന്ത്രിയൊന്നും കാണാനുള്ള അറിവൊന്നും എനിക്കില്ല. ഇപ്പൊ പറഞ്ഞു ഞാൻ മന്ത്രിനെ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? എനിക്ക് മന്ത്രിനെ കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് മന്ത്രിനെ കാണാനാ, ഇഡിയെ കാണാനാ, അവരാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. ഞാൻ കലം കഴുകി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇട്ടു, അത് മാത്രമേ എനിക്കറിയാം. ആ കാശ് എനിക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ എനിക്ക്. MS ലിഷോയുണ്ട്. ലിഷോയി, ഒന്ന് തന്റെ പിഴവാണ്, പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് അതേ ദിവസമാണ് അടുത്ത സംഭവം ഉണ്ടാകുന്നത്. ഈ പഞ്ചപുച്ഛവും പരിഹാസവും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടാണ് ശ്രീ സുരേഷ് ഗോപി തുടരുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലിംഗ് സൗഹൃദ സഭ പരിപാടികളിലാണ് വളരെ കർക്കശമായ നിലപാടുകൾ അദ്ദേഹം എടുക്കുന്നത്, സുരേഷ് ഗോപി എടുക്കുന്നത്. അതായത് പല വിഷയങ്ങളിൽ ആവശ്യങ്ങളുമായി ആളുകൾ വരുന്നു, പക്ഷേ തനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന വിഷയങ്ങൾ മാത്രമേ താൻ ചെയ്തു കൊടുക്കൂ, അല്ലെങ്കിൽ അതിലൊന്നും തന്നെ ഇടപെടേണ്ട ഒരു കാര്യവുമില്ല എന്ന നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പുള്ളിൽ വെച്ച് നടന്ന ഈ ഒരു പരിപാടിയിൽ കൊച്ചുവേലായുധൻ എന്ന വ്യക്തിയുടെ നിവേദനം മടക്കി നൽകി. അത് വലിയ വിവാദമാവുകയും പിന്നീട് CPM അദ്ദേഹത്തിന് വീട് വെച്ച് നൽകാനൊക്കെ തീരുമാനിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. ഇന്നിപ്പോൾ അതിനൊരു മറുപടി അദ്ദേഹം ഇത്തരത്തിലുള്ള പരിപാടിയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതായത് തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ, അതല്ലാതെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനായി പലരും വരുന്നുണ്ട്, അവർക്കൊന്നും തന്നെ എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. മാത്രമല്ല, ചില ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, വീഴ്ചകൾ പറ്റുമ്പോൾ, അത് കൈപ്പിഴകളൊക്കെ തന്നെ പറ്റുമ്പോൾ അതിനെ വലിയ കാര്യമാക്കി എടുത്ത് ഈ തീപ്പന്തം കെടുത്താനായി ശ്രമിക്കുന്നു ചിലർ എന്നുള്ള കാര്യമാണ്. 14 ജില്ലകളിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തും എന്നുള്ള കാര്യം കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു. അതിനുശേഷം ഇന്ന് രണ്ടാമത്തെ കലിംഗ് സൗഹൃദ സഭ നടന്നത് ഇരിങ്ങാലക്കുടയിൽ വെച്ചായിരുന്നു. അവിടെയും കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ എത്തിയ ഒരു വനിതയുമായി അദ്ദേഹം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. അതായത് കരുവന്നൂർ ബാങ്കിലെ പണം ഇതുവരേക്കും തിരികെ ലഭിച്ചില്ല എന്ന് ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ അവരോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് അത് മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കണം, അല്ലാതെ തന്നോടല്ല ചോദിക്കേണ്ടത്. ED അപ്പോൾ എല്ലാ പണവും തിരികെ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ അതിന് യാതൊരു വിധത്തിലും സഹകരണ വകുപ്പ് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പിന്നീട് മുഖ്യമന്ത്രിയെ തങ്ങൾ എങ്ങനെ കാണും എന്നുള്ള കാര്യം ചോദിച്ചപ്പോഴാണ് ഇനിയിപ്പോൾ തൻ്റെ മെക്കെട്ട് കയറിക്കോളൂ എന്നുള്ളൊരു മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ, അതിൽ നിരവധി ആളുകൾ എതിർത്ത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുമ്പോൾ, ഈ MP-യെയും കേന്ദ്രമന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോൾ അത് വളരെ അസഹിഷ്ണുതയോട് കൂടെ ആണ് അദ്ദേഹം അതിനോടൊക്കെ തന്നെ പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള കലിംഗ് സൗഹൃദ സഭകൾ നടത്തും എന്നുള്ളത് തന്നെയാണ്.